Watch India's largest kids library only on Jio Hotstar. Download the app now. ഹലോ എന്താ പറഞ്ഞ മോഷണം സംഭവിച്ചു ഡോണ്ട് വറി വൈഫ് ഹിയർ വെൻ ചിങ്കം ഇസ് ഹിയർ എന്ത് ഇവിടെ മോഷണം സംഭവിച്ചു എന്റെ അമ്മോ എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നത് ഫുർഫുറെ നഗരത്തിൽ എന്നും മോഷണം നടക്കുകയാണല്ലോ പാടില്ല എനിക്ക് എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തേ മതിയാവൂ പക്ഷെ എങ്ങനെ ഞാൻ എങ്ങനെ കള്ളന്മാരെ പിടിക്കും എന്റെ അമ്മോ മോട്ടുപത്രോ നിങ്ങൾ എന്നെ സഹായിക്കണം ഫുർഫുറെ നഗരത്തിൽ 4 ഭാഗത്തും മോഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങോട്ട് പോണോ അതോ അങ്ങോട്ട് പോണോന്ന് എനിക്ക് യാതൊരു പിടുത്തവും ഇല്ല എങ്ങോട്ടാ ഞാൻ പോകേണ്ടത് ചിങ്കം സാറേ ഫുർഫുറി നഗറിലെ കള്ളൻ ഇവിടുന്ന് മോഷ്ടിച്ചാലും അവിടുന്ന് മോഷ്ടിച്ചാലും കള്ളൻ ഒന്ന് തന്നെയാ ജോൺ ദ ഡോൺ. ഞാനിപ്പോ വരാം. ചിങ്കം സാറേ, നിങ്ങൾ അന്വേഷിക്കുന്നത് ഇവനാണ്. ചിങ്കം സാറ് ഞാൻ മോഷ്ടിച്ചിട്ടില്ല, ഇത്തവണ ഞാൻ മോഷ്ടിച്ചിട്ടില്ല. ചിങ്കം സാറ് ഞാനും ആ കള്ളനെ കുറിച്ച് ഓർത്ത് ആശ്ചര്യം മരുതനാണ്. എനിക്ക് കൊടുക്കുന്ന ടെൻഷനാ സാറേ, കാരണം എല്ലാരും അവരെ പറ്റി സംസാരിക്കുന്നേ. ചിങ്കം സാറ് ഞാൻ ഫീൽഡ് ഔട്ട് ആകുവാ. ഒരു കാട്ടില് 2 സിംഹം വേണ്ട സാറേ. താൻ ഞങ്ങളെ വിഡ്ഢിയാക്കുവാണോ? ഇവനോടൊക്കെ ഞാൻ എന്തോന്ന് പറയാനാ? എന്റെ മോട്ടോ കള്ളൻ മറ്റാരോ ആണ്, ജോൺ അല്ല. ജോൺ മോഷ്ടിച്ചിട്ടില്ലെന്നാ എനിക്ക് തോന്നുന്നേ. ജോണിന് പകരം എല്ലാ സ്ഥലത്തും അവനാ മോഷ്ടിച്ചിരിക്കുന്നേ. അതുകൊണ്ടാ ജോൺ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്. ചിങ്കം സാറേ, ആ കള്ളനെ പിടിക്കാൻ ഞാൻ സാറിന് ഹെൽപ്പ് ചെയ്യാം. ഒരു കള്ളനെ പിടിക്കാൻ വേറൊരു കള്ളന്റെ ബുദ്ധി ഉപയോഗിക്കും സാറേ. ആ കള്ളൻ ഫുർഫുറി നഗരത്തിലെ ഒരു ബാങ്ക് കൊള്ളയടിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത ദിവസം അവൻ ഫുർഫുറി നഗരത്തിലെ മറ്റൊരു ബാങ്കിലും മോഷ്ടിക്കും ഉറപ്പ്. കാരണം ഇന്ന് മോഷ്ടിച്ച ബാങ്കില് പോലീസുകാരുണ്ടെന്ന് അവൻ ഉറപ്പ്. അതുകൊണ്ട് തീർച്ചയായും മറ്റൊരു ബാങ്കിൽ അവൻ മോഷ്ടിക്കാൻ ഇറങ്ങും സാറേ. ജോൺ, നീ പറഞ്ഞത് വളരെ ശരിയാണ്. ഇവിടുത്തെ ഫോഴ്സ് ഞാൻ മതിയാക്കി. ഫുർഫുറി നഗരത്തിലെ ബാങ്കുള്ള സ്ഥലത്ത് ഞാൻ അവരെ പറഞ്ഞു വിട്ടോളാം. താങ്ക് യു ജോൺ, താങ്ക് യു വെരി മച്ച്. നീ വല്ലപ്പോഴും എന്നെ വന്ന് ഇങ്ങനെ ഒന്ന് സഹായിക്കണം കേട്ടോ. കാലത്തിന്റെ ഒരു പോക്കേ, പോലീസുകാർ ഒരു കള്ളനെ പിടിക്കാൻ വേണ്ടി മറ്റൊരു കള്ളനെ ഉപയോഗിക്കുന്നു. ഹലോ, എന്ത് പുതിയ കള്ളൻ വീണ്ടും അതേ ബാങ്കിൽ നിന്ന് മോഷ്ടിച്ചു എന്നോ? എടാ ജോൺ, നീയല്ലേ പറഞ്ഞത് ആ കള്ളൻ വീണ്ടും അവിടെ ചെന്ന് മോഷ്ടിക്കില്ല എന്ന്? അടിക്കല്ല ചിങ്കം സാറേ, ആ കള്ളൻ ഭയങ്കര ബുദ്ധിശാലിയായിരിക്കുക. അവരവന്റെ കൂർമ്മ ബുദ്ധി ഉപയോഗിച്ചിരിക്കുക. നീ ഇങ്ങോട്ട് വരരുത്. മേലാൽ നീ മോഷ്ടിക്കാൻ ശ്രമിച്ച മോഷണമാണ് എന്റെ ജോലി കൂട്ടുകാരെ, മോഷണമാണ് എന്റെ ജോലി. അതെ, ഇനി ഏതാനും നിമിഷങ്ങൾ കൊണ്ട് കള്ളനെ ഞാൻ പിടിക്കും. അത് ശരി, നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണോ? പത്ലൂന്റെ ബാങ്കിലാണെങ്കിൽ മോഷണം നടന്നിരിക്കുന്നു. പെട്ടെന്ന് അങ്ങോട്ട് പോവുക, കള്ളനെ പിടിച്ചിരിക്കുന്നു. എന്ത് പൊളിച്ചേ! പത്ലുവിന്റെ ഐഡിയ സക്സസ്ഫുൾ ആയല്ലോ. പത്ലുവിന്റെ ബുദ്ധിയുടെ മുമ്പിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതേന്ന് സത്യമാ പറയണേ. നിങ്ങൾ പെട്ടെന്ന് പോവൂ. ചിങ്കം സ്റ്റാർ ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിരിക്കുന്നു. ഇവിടത്തെ ഡ്യൂട്ടി ഞാൻ നോക്കിക്കോളാം. ആന്ന് മോഷണമാണ് എന്റെ ജോലി കൂട്ടുകാരെ, മോഷണമാണ് എന്റെ ജോലി. അതെ, കള്ളൻ എവിടെ? നീയാ പറയേണ്ടത് കള്ളൻ എവിടെയാന്ന്. എന്ത് പറ്റി സാറേ? കിനാര ബാങ്കിലും ഹമാര ബാങ്കിലും മോഷണം നടന്നിട്ടുണ്ട്. എങ്ങനെ? എന്റെ ചിങ്കം സാറേ, നിങ്ങളുടെ കോൺസ്റ്റബിൾ തന്നെയാ പറഞ്ഞത്. കള്ളനെ പിടിച്ചു, നിങ്ങൾ എല്ലാവരും പോലീസ് സ്റ്റേഷനിലേക്ക് വരണമെന്ന്.
അതുകൊണ്ട് ആ കോൺസ്റ്റബിളിനെ കാവൽ നിർത്തിയിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നത്. അതെ, ആ കള്ളൻ തന്നെയാണ് എന്നെയും പൊട്ടനാക്കി ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്. അപ്പൊ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന കള്ളൻ അവൻ തന്നെയാണ്. ഞാനിപ്പോ ഡോക്ടർ ജഡ്കയുടെ സഹായം ആവശ്യപ്പെടും. അവൻ എല്ലാ ബാങ്കിൽ നിന്നും പണം മോഷ്ടിച്ചു കഴിഞ്ഞു. ഇനി അവൻ സ്വർണ്ണക്കടയ്ക്കാണ് മോഷണം ചെയ്യാൻ പോവുക. അവൻ എങ്ങനെ ചെയ്യുന്നു നോക്കട്ടെ. എങ്ങനെ 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 ഹലോ ഡോക്ടർ ജഡ്ക, ഐ നീഡ് യുവർ ഹെൽപ്പ്. എന്ത്, നിങ്ങൾക്കെല്ലാം അറിയാമെന്നോ? എന്ത്, അവനെ പിടിക്കാൻ ഒരു ആയുധം ഉണ്ടാക്കിയിട്ടുണ്ടോ? നിങ്ങൾക്കൊരു ട്രക്ക് വേണമെന്നോ? ഓക്കെ, ഇപ്പൊ തന്നെ ഞാൻ ട്രക്കുമായിട്ട് വരാം. ഇതാ പുറപ്പെട്ടു. ശരി, ഇനിയിപ്പൊ ഞാൻ പോവാണ്. ചട്കയുടെ പ്ലാനും ഇപ്പൊ തകർക്കാൻ പോവുകയാണ്. ഡോക്ടർ ജഡ്ക, എന്നാ പിടിച്ചോ. നിങ്ങൾ ആവശ്യപ്പെട്ട ട്രക്ക് എവിടെ? ആയുധം എവിടെ 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 പറയൂ. ചിങ്കം സാറേ, കൂട്ടുകാരാ, ആയുധം ഇതാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. അറിയാമല്ലോ, എംപോസിബിൾ. ആ ചങ്കേ, ഇത് ഇൻവിസിബിൾ ആയുധമാണ്. ഫുർഫുറി നഗരത്തിലുള്ള എല്ലാവരുടെയും ഫോട്ടോ ഞാനിതിൽ ഫീഡ് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഇതിനെ മറികടന്ന് ആരെങ്കിലും പോവുകയാണെങ്കിൽ അതാരായാലും ശരി, വെടിവെപ്പിന്റെ കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്റെ പൊന്നു സാറേ. ഇതൊരു പുതിയ ഡിവൈസാ, അടിപൊളി സാധനമാ സാറേ. അമ്മോ, എന്റെ ട്രക്ക് കള്ളൻ പിടിക്കൂ, പിടിക്കൂ. Stop in the name of law. ആ കള്ളൻ കേമനാണ്. അവൻ ട്രക്ക് അടിച്ചോണ്ട് കൊണ്ടുപോയത് കണ്ടില്ലേ? ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ? എന്റെ അമ്മോ. ചിങ്കം സാറേ, ചങ്കേ, ആ ട്രിക്ക് പോകുവാണെങ്കിൽ പോട്ടെ. നമുക്ക് ആ കളറെ പിടിച്ചാ പോരെ. എന്നെ വിശ്വസിക്ക്, ഞാൻ ഏറ്റത്. പത്തുലു, നമ്മൾ എന്തിനാ ഇങ്ങനെ വേഷം മാറി പോകുന്നത്? നിനക്കെന്താ പേടിയുണ്ടോ? കള്ളൻ നമ്മളെ കണ്ടതും രക്ഷപ്പെട്ട് പോയിക്കളയൊന്ന്. യെസ്, അവന് നമ്മൾ ആരാണെന്നുള്ളത് അറിയാം. നമ്മൾ അവനെ പിടിക്കാനുള്ള പ്ലാൻ എന്താണെന്നുള്ളതും അവൻ അറിയാം. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വേഷം മാറി നടക്കുന്നത്. ഇനി അവൻ മോഷ്ടിക്കാൻ വന്നാൽ നമുക്കവനെ കൈയോടെ പിടികൂടണം. ഡോക്ടർ ജഡ്കയുടെ മെഷീനാണേലും പരിചയമില്ലാത്ത ആൾക്കാരെ കണ്ടിട്ടേ ഫയർ ചെയ്യൂ. മൃഗങ്ങളെ കണ്ടിട്ടല്ല. മോഷണമാണ് എന്റെ ജോലി സുഹൃത്തുക്കളെ, മോഷണമാണ് എന്റെ ജോലി. യെസ് സർ. ചട്ക, എല്ലായിടത്തും നിങ്ങളുടെ മെഷീൻ ഞാൻ വെച്ചിട്ടുണ്ട്. അതെല്ലാം ഇൻവെസിബിൾ ആണ്. ഇന്ന് എന്തായാലും ആ കള്ളൻ പിടിക്കപ്പെടും. ചിങ്കം സാറേ, ഓൾ ദി ബെസ്റ്റ്. പത്തുലു, ഇതെന്താണ്? എന്റെ മോട്ടു ഇതെന്താന്നൊക്കെ പിന്നീട് നോക്കാം. ആദ്യം ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടോ, വേഗം. ഡോക്ടർ ജഡ്ക, കള്ളൻ ഒന്നല്ല രണ്ടാളുണ്ട്. അവന്മാരെ ഓടുന്നത് ഞാൻ കണ്ടതാണ്. പക്ഷെ നഗരം മുഴുവൻ ആയുധമാണല്ലോ. ഇവന്മാരെ എത്ര ദൂരം ഇനി ഓടും? അല്ല, ഈ രണ്ടുപേര് എന്റെ പുറത്തുനിന്ന് കയറി ഇരിക്കണേ. ഇനി എനിക്ക് ഓടിയേ പറ്റൂ, അല്ലെങ്കിൽ അവർക്ക് സംശയം തോന്നും. എന്റെ ഡോങ്കി ചേട്ടാ, ഒന്ന് വേഗത്തിലോട്, വേഗത്തിലോട്. അതെ, ഞാൻ ഡോങ്കി അല്ല, മനുഷ്യനാണ്. ഇതിനേക്കാൾ സ്പീഡിൽ ഓടാൻ പറ്റില്ല. ഈ ഡോങ്കി സംസാരിക്കുന്നു. ഓപ്സ്, നിങ്ങൾക്ക് ചിലപ്പോ തോന്നിയതായിരിക്കും. ഡോങ്കി എപ്പോഴെങ്കിലും സംസാരിക്കാറുണ്ടോ? എന്റെ അതെ അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഡോങ്കി സംസാരിക്കൂല. വേഗത്തിൽ
നല്ലോണം വേഗത്തിലോട്, ഇല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ അലക്കുകാരന് കൊടുക്കും. ഞാനൊരു കള്ളനാണ്, കുതിരയും കഴുതയും ഒന്നുമല്ല. എത്ര നേരമായിട്ട് എന്റെ പുറത്ത് കയറി ഇങ്ങനെ ഓടിച്ചോണ്ടിരിക്കുക. അല്ല, എനിക്ക് കുറച്ച് അഭിമാനമൊക്കെ ഉണ്ട്. എന്റെ അമ്മോ, ഇവൻ കള്ളനാണല്ലോ. നിങ്ങൾ രണ്ടാളും ആരാണ്? ആ, അത് കൊള്ളാം. താങ്ക് യു മോട്ടു പത്ലു. നിങ്ങൾ രണ്ടാള് കാരണം എനിക്ക് കള്ളനെ പിടിക്കാൻ സാധിച്ചു. ഇവനെ പിടിച്ച് ജയിലിലൂടെ ചിങ്കം സാറേ. ഇവർ എന്റെ കാട്ടില് കളിക്കാൻ ഇറങ്ങിയിരിക്കുക. കോൺസ്റ്റബിൾസ് ജോൺ, പിന്നെ ആ പുതിയ കള്ളൻ, രണ്ടാളെയും പിടിച്ച് അകത്തിടൂ. ചിങ്കം സാറേ, ഞങ്ങൾ ഈ കള്ളനെയും കൊണ്ട് ഒന്ന് കമൽപൂർ വരെ പോയിട്ട് വരട്ടെ. ഇത് വളരെ നല്ല സ്പീഡിൽ ഓടുന്നുണ്ട് കേട്ടോ. Watch India's largest kids library only on Jio Hotstar. Download the app now.